നമസ്കാരം. ലഡാക്ക് സംഘർഷത്തിനിടെ 4 പേർ മരിച്ച സംഭവത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ലഡാക്ക് ഭരണകൂടമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 4 ആഴ്ചത്തെ സാവകാശമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം. അതേസമയം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്നതാണ് സമരക്കാരുടെ ആവശ്യം. ഇതോടെ സമരക്കാരെ അനുനയിപ്പിക്കാൻ തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവ്. ശനിയാഴ്ച മുതൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങും. ലേ അപെക്സ് ബോഡി ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സംഘർഷത്തെ സംബന്ധിച്ചും വെടിവെപ്പിനെക്കുറിച്ചും വിവരങ്ങൾ കൈമാറാനുള്ളവർ ഈ മാസം 4 മുതൽ 18 വരെ ലേയിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്താനാണ് നിർദ്ദേശം. അതേസമയം സോനം വാങ്ചുകിനെ മോചിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നിലപാട് ഘടിപ്പിച്ചു. സർക്കാരിന്റെ നിലപാട് പുനഃപരിശോധിക്കാതെ ഒരു അനുനയത്തിനും ഇല്ലെന്ന് സംഘടനയുടെ കോ ചെയർമാൻ അസർ കർബലായി പറഞ്ഞു. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആത്മരക്ഷാർത്ഥം വെടിയുതിർത്തതാണെന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിലും പ്രതിപക്ഷ പാർട്ടികളടക്കം വിമർശിച്ച് രംഗത്ത് വന്നു. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സോനം വാങ്ചുകിന്റെ നേതൃത്വത്തിൽ നിരാഹാരത്തിലുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിലാണ് പോലീസ് വെടിയുതിർത്തത്. സോനം വാങ്ചുകിന് പാക് ബന്ധമുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ പോലീസും ലഡാക്ക് ഭരണകൂടവും ഉന്നയിച്ചിരുന്നു. ഇതിനിടെ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 26 പേരെ വിട്ടയച്ചു. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി. സംഘർഷത്തിൽ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് സമരം നടത്തുന്ന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. തിങ്കളാഴ്ചയാണ് കേന്ദ്ര സർക്കാർ ചർച്ച തീരുമാനിച്ചിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ലോ അപെക്സ് ബോഡിയുടെയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ഇതിനിടെ ഒരാഴ്ച കൂടി സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രമേ ലഡാക്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റുന്നതിൽ അന്തിമ തീരുമാനം എടുക്കൂവെന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞ ശനിയാഴ്ച പരീക്ഷണാടിസ്ഥാനത്തിൽ 2 തവണ ഇളവ് വരുത്തിയിരുന്നു. ലഡാക്ക് തലസ്ഥാനമായ ലേയിൽ 4 മണിക്കൂറാണ് കർഫ്യൂവിൽ അന്ന് ഇളവ് വരുത്തിയത്. പ്രദേശവാസികൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായിരുന്നു അന്ന് ഇളവ് നൽകിയത്. ശനിയാഴ്ച അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പോലീസും പാരാമിലിറ്ററി സേനകളും പെട്രോളിംഗ് ഊർജിതമാക്കിയിരുന്നു. ലഡാക്കിന് സംസ്ഥാന പദവി ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക എന്നിവയായിരുന്നു പ്രതിഷേധക്കാരുടെ മുഖ്യ ആവശ്യങ്ങൾ. ഇത് സംബന്ധിച്ച് കേന്ദ്ര പ്രതിനിധികളും ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയടക്കമുള്ള ലഡാക്ക് പ്രതിനിധികളും തമ്മിൽ ഒക്ടോബർ 6-ന് ചർച്ച നിശ്ചയിച്ചിരുന്നു. എന്നാൽ ലഡാക്കിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയരുകയും നിരാഹാര സമരം നീണ്ടുപോവുകയും ചെയ്തതോടെ ചർച്ചാ തീയതി നേരത്തെയാക്കണമെന്ന് പ്രക്ഷോഭകർ ഇടയ്ക്ക് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂൾ അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകളുടെ ഭരണം വ്യവസ്ഥ ചെയ്യുന്നു. ഈ പ്രത്യേക വ്യവസ്ഥ മേഖലകളിലെ സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ വഴി സ്വയംഭരണ അധികാരം നൽകുന്നു. ഭൂമി, വനം, പ്രാദേശിക ഭരണം എന്നിവയിൽ ജില്ലാ കൗൺസിലുകൾ വഴി നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നു. ഗോത്ര അവകാശങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാനും സ്വയംഭരണം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടാണിത്. ലഡാക്കിൽ പട്ടികവർഗ ജനസംഖ്യ 97% വരും. ലേയിൽ 66.8%, നുബ്ര 73.35%, കൽസ്തി 97.05%, കാർഗിൽ 83.49%, സാംഗു 89.96%, സൻസ്കാർ 99.16% എന്നിങ്ങനെയാണ് പട്ടികവർഗ്ഗക്കാരുടെ ജനസംഖ്യാനുപാതം. 2019 ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടനയിലൂടെയാണ് ലഡാക്ക് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായത്. എന്നാൽ ജമ്മു കാശ്മീരിന് വിപരീതമായി ലഡാക്കിന് നിയമസഭയില്ല. ഇത് മേഖലയെ നേരിട്ടുള്ള കേന്ദ്രഭരണത്തിന് കീഴിലാക്കി. അന്നു മുതൽ ലഡാക്ക് സംസ്ഥാന പദവിക്കും തനതായ ഗോത്രവർഗ സ്വത്വവും ദുർബലമായ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാപരമായ സംരക്ഷണത്തിനും കൂടുതൽ പ്രാദേശിക സ്വയംഭരണത്തിനും വേണ്ടി നിരവധി പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലഡാക്കിലെ രാഷ്ട്രീയ ശക്തികളായ ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ ദീർഘനാളായി തുടരുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് 2023 ജനുവരി 2-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരുന്നു.